നമസ്കാരം. 11 ദിവസം ജയിലിൽ കിടന്ന രാഹുൽ ഈശ്വറിനെ ഇന്ന് കസ്റ്റഡിയിൽ വിടുമ്പോൾ രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞത് താൻ പട്ടിണി കിടക്കുകയായിരുന്നു, താൻ ഇനിയും പട്ടിണി കിടന്നു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചുപോയി മരിച്ചു പോകുന്ന ഡോക്ടർക്ക് പറഞ്ഞതുകൊണ്ടാണ് നിരാഹാര സമരമൊക്കെ അവസാനിപ്പിച്ചത്. ദിലീപിന് അനുകൂലമായ വിധി വന്നതിൽ തനിക്ക് സന്തോഷമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ താൻ അനുകൂലിച്ചതിൽ തനിക്ക് അത്തരത്തിൽ വേറൊന്നും തോന്നുന്നില്ല എന്നൊക്കെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. തന്റെ 11 കിലോയോളം കുറഞ്ഞു എന്നൊക്കെയാണ് ആക്ഷൻ സഹിതം കാണിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് ഒരേ സമയം സങ്കടവും തോന്നും, എന്നാൽ എന്തൊക്കെയോ പറയണമെന്നും തോന്നും. അതായത് രണ്ടുപേരെ അനുകൂലിച്ചുകൊണ്ട് ആ രണ്ടുപേരും ഇപ്പോൾ പുറം ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം മാത്രം ഇപ്പോഴും ജയിൽവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ഒരുപക്ഷെ ജനങ്ങൾ കൂടുതലും അറിഞ്ഞത് ശബരിമല സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദു മതവിശ്വാസികൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് രാഹുൽ ഈശ്വർ അന്നത്തെ കാലത്ത് ഇടപെട്ട് തികഞ്ഞ ഗാന്ധിയൻ എന്നെപ്പോഴും പറയുന്നു. ഈ പറയുന്നോണം 2 ഷോൾഡറിൽ ത്രിവർണ്ണ പതാകയുടെ ഒരു കോട്ടൊക്കെ ധരിച്ചാണ് എപ്പോഴും എത്തുന്നത്. നെഹ്റുവിനെ പിന്തുടരുന്ന രാഹുൽ ഈശ്വർ പല കാര്യങ്ങളിലും ഇപ്പം നമ്മൾ മാധ്യമങ്ങൾ ഒരു പക്ഷേ കോമാളിയായിട്ട് കാണുന്നുണ്ടെങ്കിലും രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു ഒറ്റയാൾ പോരാളിയെ അതിൻ്റേതായ ഗൗരവത്തോട് കാണുന്ന ലക്ഷക്കണക്കിന് ആരാധകർ രാഹുൽ ഈശ്വറിനുണ്ട്. അത് മറന്നു പോകരുത്. രാഹുൽ ഈശ്വറിൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിന് നമ്മൾ കൈയടിച്ചേ മതിയാവും. കാരണം അദ്ദേഹം പറയുന്ന നിലപാടുകൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് ജനം ഇന്നല്ലെങ്കിൽ നാളെ യോജിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ചില സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു പുരുഷപക്ഷത്ത് നിന്നുകൊണ്ട് പലപ്പോഴും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുരുഷന്മാർക്ക് നീതി കിട്ടാൻ വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഈ ജനാധിപത്യ രാജ്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പോലെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ ഉള്ള ഒരു നാടാണ്. പക്ഷെ ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന തരത്തിൽ ഉള്ള ചില വിധികൾ, അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടങ്കലിടുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ ഏറ്റവും അധികം ഒരു ബലിയാടാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ് തുറന്നു പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് ആ അതിജീവിതയുടെ ഫോട്ടോ ഈ പറഞ്ഞ ഐഡന്റിറ്റി പുറത്തു വിട്ടു എന്ന്. പക്ഷെ അങ്ങനെ പുറത്തു വിട്ടിട്ടില്ല. നമ്മൾ ആ യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ അത് ഹൈഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. പിന്നെ എന്തിനെന്നൊരു ചോദ്യമുണ്ട്. വെറും ഒരു പെറ്റി കേസ് ഇതാക്കി ഇതിനേക്കാളും വലിയ വമ്പന്മാരെ എപ്പോഴും പുറത്ത് കിടക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ ഏറെ വലിയ തെറ്റൊന്നും ചെയ്യാത്ത ഈ പറഞ്ഞതുപോലെ അതിജീവിതയുടെ ഫോട്ടോ പ്രചരിപ്പിച്ചു, അല്ലെങ്കിൽ ഐഡന്റിറ്റി പ്രചരിപ്പിച്ചു, ആക്ഷേപിച്ചു എന്ന തരത്തിൽ കൊണ്ടുവന്ന് ഇടേണ്ട കാര്യത്തോളം സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട ഒരു കേസ് അതേ ഉള്ളൂ. പിന്നെ ഈ പറയുന്നോണം ഈ ഇതുണ്ടല്ലോ വാക്പ്രയോഗങ്ങൾ, അതായിരിക്കാം ഒരു പക്ഷേ കൊടുക്കുക. എന്നാലും അത് കോടതിയുടെ മുന്നിൽ അതൊന്നും വിലയ്ക്ക് പോയി. കോടതിയുടെ മുന്നിൽ തെളിവുകളും മറ്റുള്ള കാര്യങ്ങളാണ്. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള അറിയില്ല. പറയുന്നുണ്ട് അദ്ദേഹം സഹകരിക്കുന്നില്ല എന്നുള്ള എന്താണെന്നുള്ള അറിയില്ല. പക്ഷെ സാധാരണ ഒരു ജാമ്യം കിട്ടേണ്ടുന്ന കേസ് ഇത്രത്തോളം ആക്കരുതായിരുന്നു. കാരണം അതിൽ തന്നെ നമുക്കറിയാം പോലീസ് നല്ല രീതിയിൽ രാഹുൽ ഈശ്വറിനെ വായടപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ജയിലിൽ കൊണ്ടുവന്നിട്ടേക്കുന്നത്. ഇപ്പോൾ ശരിക്കും രാഹുലിന്റെ ദിവസങ്ങളായിരുന്നു. രാഹുൽ ഈശ്വർ ഡിബേറ്റിലൊക്കെ ഇരുന്ന് കസറേണ്ടുന്ന ദിവസങ്ങളായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. കാരണം ദിലീപിന് വേണ്ടി വാദിച്ച രാഹുൽ ഈശ്വറിനെ നമ്മൾ കണ്ടു. ദിലീപിന്റെ വിജയം ഒരു പക്ഷേ ഇന്നും രാഹുൽ പറഞ്ഞു ദിലീപിനോടൊപ്പം തന്നെയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെയാണ് എന്ന്. അപ്പോൾ ആ ഒരു വാദം ഇപ്പോൾ ജയിച്ചിരിക്കുകയാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. ഹൈക്കോടതി ഈ പറഞ്ഞ അറസ്റ്റ്, ഇതൊക്കെ ഒരു പക്ഷേ രാഹുൽ ഈശ്വറിനും കൂടി അനുവദിച്ചിട്ട് രാഹുൽ ഈശ്വറിന് നേടിയെടുത്ത ഒരു എന്താ പറയുക വിജയം കൂടിയാണ് അത്, അല്ലേ? അവരുടെ പോരാട്ടത്തിന്റെ വിജയമാണ് അത്. ഇനി മാധ്യമങ്ങൾ എത്ര കോമാളി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ വാദത്തിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള നിയമ പോരാട്ടത്തിന്റെ അവസാന വിജയം തന്നെയാണ് ഇവരുടെയൊക്കെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്ത്രീപക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഞാനും സ്ത്രീപക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ എത്ര സ്ത്രീപക്ഷത്ത് നിന്നാലും ഇന്ന് ചിലപ്പോഴൊക്കെ പുരുഷന്മാരെ ഈ പറഞ്ഞോണം കെണിയിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്കെതിരെയായിട്ട് പല രീതിയിലും കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് നീതി വേണം എന്ന് പറയാം, തുല്യ നീതി എന്നുള്ളത് വരേണ്ടുന്ന അത് അതിക്രമിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ പുരുഷ കമ്മീഷൻ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സ്ത്രീപക്ഷ നിലപാടുകൾ നല്ലതാണ്. ഒപ്പം തന്നെ പുരുഷന്റെ ഭാഗം കൂടി കേൾക്കണം എന്നുള്ളത് ഇന്ന് വന്നിരിക്കാം. കാരണം ഏത് രീതിയിലും പുരുഷനെ അല്ലെങ്കിൽ കെണിയിലാക്കുന്ന തരത്തിലുള്ള കേസുകൾ ഇന്ന് വരുന്നുണ്ടല്ലോ. അപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വാദം ഒരുപക്ഷെ മാധ്യമങ്ങൾക്കൊക്കെ ഇത് പറയുന്നോണം ഈ പറയുന്ന ജോക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾ, സാധാരണ പുരുഷന്മാരും സ്ത്രീകളും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, രാഹുൽ ഈശ്വർ പറയുന്നത് ശരിയല്ലേ എന്നുള്ളത്.
അദ്ദേഹത്തിന്റെ ഭാര്യ ദീപ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. അപ്പം ഇന്ന് രാഹുൽ ഈശ്വറിന്റെ ഭാര്യയെ പോലെ നിരവധി സ്ത്രീകൾ, രാഹുൽ ഈശ്വറിനെ പോലെ നിരവധി പുരുഷന്മാർ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങൾ, ചില അഭിപ്രായങ്ങൾ, ചില തുറന്നു പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എല്ലാ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് രാഹുൽ ഈശ്വർ തുറന്നു പറയുന്നു, മറ്റുള്ളവർ ഉള്ളിലേക്ക് ഇടുന്നു. ഈ പറയുന്ന മാധ്യമങ്ങളിൽ നിന്ന് ഘോരഘോരം സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന എല്ലാ പുരുഷന്മാരും ഉള്ളിൽ ചിന്തിക്കുന്ന കാര്യമുണ്ട്, ദൈവമേ രാഹുൽ ഈശ്വറിനെ ഒന്ന് പുറത്തു വിടണേന്ന്. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ നേരിടുന്നുണ്ട്. അവരുടെ കുടുംബം, ഞാൻ ഒന്ന് പറയട്ടെ, കഴിഞ്ഞ വർഷങ്ങളിലെ നമ്മളുടെ ഒരു ഇതനുസരിച്ചാണ് ഏറ്റവും അധികം സൂയിസൈഡ് ചെയ്തിട്ടുള്ള പുരുഷന്മാരുടെ നിരക്കാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അതെന്തുകൊണ്ട് കൂടുതൽ കുടുംബ വഴക്കുകളാണ്, സ്ത്രീകൾ കുടുക്കിയിട്ടുള്ള പല കാര്യങ്ങളുമാണ്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അപ്പൊ പുരുഷന്മാർ മനുഷ്യരല്ലേ, എല്ലാ സ്ത്രീപക്ഷത്തോട്ട് മാത്രമായാലോ? രണ്ടാമത്തെ ഒരു കാര്യം, കഴിഞ്ഞ കേസുകൾ 1000 കേസെടുത്ത് കൂടുതൽ അച്ഛൻ മക്കളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കേസുകൾ, അത് 100% ഫോൾട്ട് എന്ന് കോടതി തന്നെ വിധി വന്നിട്ടുണ്ട്. അപ്പോൾ 1, 2, 3 കേസ്. അപ്പൊ ഈ 2, 3 കേസ് തെളിയിക്കാൻ പെടുന്ന ആ സ്ത്രീകളുടെ, ആ കുട്ടികളുടെ ബുദ്ധിമുട്ടൊന്നും ആവശ്യം നോക്കുക. മറ്റ് 1000-ഓളം കേസുകൾ, കള്ളക്കേസുകൾ വരുമ്പോൾ ഇത് അതിൽ മുങ്ങിത്താന്നു പോവുകയാണ്. അപ്പോൾ ദീപ, രാഹുലിന്റെ ഭാര്യയായ ദീപ ജോസഫ് പോലുള്ള അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ, രാഹുലിന്റെ ഭാര്യ ദീപ, മറ്റേ അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഒക്കെ പറയുന്നത് പോലെ യഥാർത്ഥ നീതി കിട്ടേണ്ടുന്ന ഇരകൾക്ക് നീതി കിട്ടാതെ പോകുന്ന ചില കേസുകൾ വരുമ്പോൾ അവിടെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടുന്നത്. കാരണം എല്ലാ സ്ത്രീകൾക്കും നീതി കിട്ടേണ്ടുന്നവർക്കും കിട്ടണം. കാരണം ഇത്തരത്തിലുള്ള ചില ആൾക്കാരെ കൊടുക്കുന്ന തരത്തിലുള്ള കേസുകൾ വരുമ്പോഴേക്കും ഒരുപാട് അതിജീവിതകൾ നമ്മളുടെ മുന്നിലുണ്ട്. നമ്മൾ 8 വർഷം പോരാടിയ ആ നടിയെപ്പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥ അതിജീവിതയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് 6 എണ്ണത്തിനെയും ജീവപര്യന്തം വേണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കാൻ പോവുകയാണ്. അപ്പൊ ആ ജീവപര്യന്തമല്ല, ഞാൻ പറയുന്നത് തൂക്കുകയറാണ് കൊടുക്കേണ്ടത്. കാരണം ആ പെൺകുട്ടി അനുഭവിച്ച ആ ഒരു ക്രൂര പീഡനത്തിന് തുല്യമായിട്ട് ഒന്നുമില്ല. അവന്മാരൊന്നും പുറത്ത് ഈ ജന്മം പുറം ലോകം കാണരുത്. കൃത്യമായിട്ട് ഞാൻ പറയുന്ന ഇപ്പൊ വിധിച്ച വിധി നല്ല തക്ക ശിക്ഷ തന്നെ കൊടുക്കണം എന്നുള്ള 6 പേരും കുറ്റക്കാരാണത്. പക്ഷെ അതിന്റെ ഗൂഢാലോചനയാണ് ഇപ്പോൾ തെളിയിക്കപ്പെടാതെ പോയിരിക്കുന്നത്. അത് ദിലീപാണ് എന്നും ഒരു വിഭാഗം അവര് ഒരുപക്ഷെ അതിജീവിതം ഉൾപ്പെടെ അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ദിലീപ് അല്ല എന്ന് ദിലീപിന്റെ ഭാഗം പറയുമ്പോൾ ദിലീപും ഇരയായിക്കൂടെ എന്നൊരു മറുഭാഗം ചോദിക്കുന്നുണ്ട്. അതാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ദിലീപ് അല്ലെങ്കിൽ മറ്റേ ആര് ഗൂഢാലോചന, അതാണ് കണ്ടെത്തേണ്ടത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പൾസർ സുനിയയുടെ പുറകെ കുറച്ചുകൂടി നടന്നിരുന്നെങ്കിൽ അത് ആരാന്ന് കണ്ടെത്താമായിരുന്നു. അത് ദിലീപിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ടാണ് യഥാർത്ഥ ക്രിമിനൽ ശരിക്കും ഈ കൃത്യം ചെയ്തവരെക്കാളും വലിയ ക്രിമിനൽ ഈ ഗൂഢാലോചന നടത്തിയവരുടെ ഇടയിലുണ്ട്. അപ്പൊ ഈ ഗൂഢാലോചന നടത്തിയ ദിലീപ് അല്ലെങ്കിൽ യഥാർത്ഥ ക്രിമിനൽ ഇന്നും മറഞ്ഞിരിക്കുകയാണ്. അത് കൊണ്ടുവരണം, അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ട, അത് ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതിയാണ്. ദിലീപ് അല്ലെങ്കിൽ മറ്റാര് എന്നൊരു ചോദ്യമാണ്. അപ്പൊ ദിലീപിനെ ഇത്രയും നാൾ 8 വർഷത്തോളം ദിലീപ് വേട്ടയാടപ്പെട്ട ഒരു ഇരയായിട്ടാണ് ദിലീപ് ഇപ്പോൾ സമൂഹങ്ങളിൽ വന്നിരിക്കുന്നത്. കാരണം ദിലീപ് അനുഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ദിലീപിനെയും കൂടെ അല്ലേ, ആ ഒരു കുടുംബജീവിതം കൂടെ അല്ലേ, ആ ജീവിതം കൂടെ അല്ലേ നമ്മളൊക്കെ എല്ലാവരും കൂടെ നശിപ്പിച്ചത്. അപ്പം ദിലീപ് അല്ല എന്ന് ദിലീപിന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തത് ആരാന്ന് കണ്ടെത്തണം. അതിന് ദിലീപ് കൂടെ നിന്ന് കണ്ടെത്തണമെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം ഒരു മനുഷ്യന് സഹിക്കാവുന്നതിനപ്പുറമാണ് അദ്ദേഹം സഹിച്ചിരിക്കുന്നത്. അത് ദിലീപിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും പിന്തുണയ്ക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തെ പിന്തുണയ്ക്കൽ കുറ്റബോധമില്ല എന്ന് തന്നെയാണ് ഇന്നും അത് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ അതില് ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മേല് കൊണ്ടുവന്ന് തുറങ്കിൽ അടച്ചാൽ ഇന്ന് ഒരു രാഹുൽ ഈശ്വർ ആണെങ്കിൽ നാളെ 1000-കണക്കിന് രാഹുൽ ഈശ്വർമാർ ചോദ്യം ചെയ്യപ്പെടും. അത് നിയമത്തെ മാത്രമല്ല, നമ്മുടെ ഭരണത്തെ മാത്രമല്ല, എല്ലാവരും നീതിപീഠത്തെ ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് പോകും. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് എനിക്കും അനിതയ്ക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വെറും ഒരു കോമാളിയാക്കാതെ അതിന്റെ ഒരു ഭാഗവും കൂടെ നമ്മളെടുത്ത് ചർച്ച ചെയ്യപ്പെടണം. ഈ മാധ്യമ വിചാരണകൾ ഒരു പക്ഷത്തേക്കുള്ള മാധ്യമ വിചാരണ ആദ്യം നിർത്തണം. നീതിയുക്തമായിട്ടുള്ള 2 പക്ഷത്തു നിന്നുള്ള മാധ്യമ വിചാരണകൾ നടത്തട്ടെ. വിചാരണ ചെയ്യുന്നു, മാധ്യമങ്ങൾക്ക് വിചാരണ ചെയ്യാനുള്ള ലൈസൻസ് ആരും കൊടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരു നമ്മുടെ ഭരണത്തിന്റെ ഒരു ഇതായിട്ട് ഒരു കല്ലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ മാധ്യമങ്ങൾ 2 പക്ഷത്തെയും കൂടെ ചർച്ചകൾ വിചാരണ ചെയ്യപ്പെടണം. ഇത് സ്ത്രീപക്ഷത്ത് മാത്രമുള്ള ചർച്ചകൾ വിചാരണ ചെയ്യുമ്പോഴാണ് മറുഭാഗത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ തന്നെ എനിക്കും അനിതയ്ക്കും ഒക്കെ ഉള്ള സംശയങ്ങൾ നമ്മൾ തുറന്നു ചോദിക്കാത്തത് പലത് രാഹുൽ ഈശ്വർ അവർ തുറന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു. അത് അതിജീവിതയെ ആക്ഷേപിച്ചു എന്നുള്ള തരത്തിലും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ള തരത്തിലും ഇപ്പോൾ കേസ് മറിച്ച് വേറെ തരത്തിലാക്കി. സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമമാണ് തോന്നേണ്ടത്. കോമാളിയായിട്ടല്ല, അദ്ദേഹം ഒറ്റയാൾ പോരാളമാണ്. ആ പോരാട്ടത്തിൽ അദ്ദേഹം ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ജാമ്യം കിട്ടിയത്. ആദ്യത്തെ കേസ് അറസ്റ്റ് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ്? രാഹുൽ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഹൈക്കോടതി ആദ്യത്തെ കേസിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്, അല്ലേ? ഒന്ന് ചോദിച്ചു നോക്കുക. നമുക്കുള്ള മറുപടി, നമ്മളുടെ സംശയങ്ങൾക്കുള്ള
മറുപടി, രാഹുൽ ഈശ്വറിന്റെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ എന്താണ് ഹൈക്കോടതിയിലെ അറസ്റ്റ് ഇപ്പോൾ നിർത്തലാക്കണമെന്നുള്ള ആദ്യത്തെ. ഇനി എന്താണ്, രണ്ടു പക്ഷത്തു നിന്നുള്ള വിചാരണയാണ് അല്ലെ, ഒരു പക്ഷത്തു നിന്നുള്ള വിചാരണയാണോ? ഒരു പക്ഷത്തു നിന്നുള്ള വിചാരണയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം തുറങ്കിൽ കിടന്നേനെ. രണ്ടു പക്ഷത്തുള്ള വിചാരണയാണ് രണ്ട് കേസുകളിലും വരാൻ പോകുന്നത്. അതാണ് നീതി, അതാണ് ജനാധിപത്യ രാജ്യം, അതാണ് രാഹുൽ ഈശ്വർ യഥാർത്ഥത്തിൽ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ രീതി വേറെയായി പോയി, അതേ ഉള്ളൂ. അപ്പൊ രാഹുൽ ഈശ്വർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ഒറ്റയാൾ പോരാട്ടം ജയിക്കുക തന്നെ ചെയ്യും. കാരണം ഇപ്പോൾ അതിന്റെ ഏറ്റവും വലിയ വിജയം നിൽക്കുന്ന ദിലീപിലാണ്, അടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആദ്യത്തെ കേസിൽ അറസ്റ്റ് തള്ളപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഞാൻ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഈ ബന്ധം തുടർന്നത്, അവർ വിവാഹിതയാണ്, ഞാൻ പിന്നെ എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകും, ഞാൻ എങ്ങനെ ചതിച്ചു എന്ന് പറയും, ഞാൻ അവിടെ ഒറ്റ ഇതിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം പെട്ടുകിടക്കുന്നത്, ഗർഭചിത്രവുമായിട്ട് അതിനെ ഫോഴ്സ് ചെയ്തു എന്നുള്ള. അതിനും രാഹുലിൻ്റെതായ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഈ പറയുന്ന പെൺകുട്ടിയും കൂടെ അതിനകത്തുണ്ടെങ്കിൽ, അതിന് വേണ്ടുന്ന തെളിവുകളുണ്ടെങ്കിൽ ആ കേസിൽ ആ പെൺകുട്ടിയും കൂടെ ചിലപ്പോൾ ഉൾപ്പെടാൻ സാധ്യത വരും അല്ലെ, അതിജീവിതയും കൂടെ ഉൾപ്പെടാൻ പറ്റും. അപ്പൊ അത് രാഹുൽ ഈശ്വർ പച്ചയ്ക്ക് പറഞ്ഞു. എങ്ങനെയാണ് പീഡനമാവുന്നത്, എങ്ങനെയാണ് ബലാത്സംഗമാവുന്നത്, ബലാത്സംഗത്തിന്റെ ഇരയായ ഒരു 8 വർഷത്തെ നീണ്ട പോരാട്ടം ചെയ്ത ഒരു പെൺകുട്ടി നമ്മുടെ കൺമുന്നിൽ മെനങ്ങാന്ന് നിൽപ്പുണ്ട് അല്ലെ. എത്രയോ പെൺകുട്ടികൾ, സൗമ്യ, എത്ര പേര് നമ്മുടെ കൺമുന്നിൽ നിൽപ്പുണ്ട്. ഡൽഹി ബലാത്സംഗ കൂട്ടക്കൊല കേസ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നത് അതൊക്കെ അതിജീവിതമാരാണ്. അതിനപ്പുറത്ത് രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം അവരുടെ സ്വകാര്യതയിൽ പങ്കിട്ടിട്ട് അവൻ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവർക്കും ഉണ്ട് സംശയം, എനിക്കും ഉണ്ട് സംശയം. ആ അഭിപ്രായ സ്വാതന്ത്ര്യം ജനം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെത്ര തടയാനായാലും തടയാൻ പറ്റില്ല. കാരണം ഇനിയുള്ള കാലഘട്ടം അങ്ങനെയാണ്. പണ്ടാണ് എന്ത് പറഞ്ഞാലും അതൊരു ഭാഗത്ത് തന്നെ നിന്നുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പൊ മാധ്യമ വിചാരണകൾ കൂടുതലായതുകൊണ്ട് ജനത്തിന് ബോധവും ബുദ്ധിയുണ്ട്. അപ്പൊ അവർ അതിനേക്കാളും അപ്പുറം വിചാരണ ചെയ്യും. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ കേസിൽ നിന്ന് ജാമ്യം കിട്ടിയില്ലേ? ഞാൻ വിചാരിച്ചു ഒരിക്കലും ജാമ്യം കിട്ടത്തില്ലെന്ന്. കാരണം ക്രൂരമായ ബലാത്സംഗമാണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ജാമ്യം കിട്ടിയത്? അപ്പൊ തെളിവുകളുടെ അഭാവമാണ് അവിടെ കോടതിക്ക് വേണ്ടുന്ന തെളിവുകളാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് രാഹുൽ ഈശ്വറിന് അറിയാം. എന്ന് വെച്ച് രാഹുൽ മാങ്കൂട്ടം നല്ല വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു രാഷ്ട്രീയ നേതാവിന് ഒട്ടു ചോദിച്ച ആളല്ല. പക്ഷെ ഇവിടെ നമ്മൾ രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്ന ഒരു രീതിയിലല്ല കോടതിയെ സമീപിക്കുന്നത്. കോടതിയിൽ എന്താണ്, തുല്യതയാണ്. ഒരാണ് പെണ്ണ് ഇങ്ങനൊരു രീതിയില്ല, രണ്ട് കക്ഷികൾ, ആണും പെണ്ണും ഒന്നുമല്ല, തുല്യത, രണ്ട് കക്ഷികൾ എന്നുള്ള രീതിയില്ല. അവിടെ ആർക്ക് തോത് വർദ്ധിക്കുന്നു, ആർക്ക് തോത് കൂടുന്നു എന്നുള്ളതല്ല, രണ്ട് കക്ഷികൾ ആരോപിക്കുന്ന കാര്യങ്ങൾ, അവിടെ തെളിവുകളുടെ അടിസ്ഥാനം, അവിടെ അതൊക്കെയാണ് നോക്കുന്നത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടം MLA ആണെന്നോ പ്രധാനമന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ എന്നല്ല നോക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയും ഈ അതിജീവിത എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയായിട്ട്, അവിടെ ആണും പെണ്ണുമായിട്ടല്ല നോക്കുന്നത്. പക്ഷെ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ സ്ത്രീ പക്ഷത്ത് കുറച്ചുകൂടെ കോടതി നിന്നായിരിക്കും വിശകലനം ചെയ്യുന്നത്. പക്ഷെ അവിടെ ഇത്തരത്തിൽ ജാമ്യം കിട്ടി എന്നുണ്ടെങ്കിൽ ഇനിയുള്ള കേസുകൾ വിചാരണയിലേക്കാണ് പോകുന്നത്. ഇനി ഒരിക്കലും അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റും. ഇനി ജാമ്യം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിക്കുകയാണെങ്കിലേ ഉള്ളൂ പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ ഇനി എന്താണ്, നേരെ വിചാരണ കോടതിയിലേക്ക് പോകും. വിചാരണ വർഷങ്ങളോളം ചിലപ്പോൾ നീണ്ടെന്നിരിക്കും. സെഷൻസ് കോടതിയിലെ വിചാരണ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വന്നാലും ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ നേതാവിന്റെ കരിയറാണ് അവിടെ പോകുന്നത്. ഒരു പക്ഷെ അതായിരിക്കാം ഇതിലൊക്കെ ഉൾപ്പെട്ടവർക്ക് ആഗ്രഹിക്കുന്നത്, നമുക്കറിയില്ല. പക്ഷെ അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒന്നുകൊണ്ട്, അതിജീവിതമാർക്ക് നീതി കിട്ടണം. അവരവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീതി കിട്ടണം. ഇവിടെ രാഹുൽ ഈശ്വറാണ് ജയിച്ചു നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടോ ദിലീപോ ഒന്നുമല്ല, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒറ്റയാൾ പോരാളി തന്നെയാണ് ജയിച്ചു നിൽക്കുന്നത്. സന്ദീപ് വാര്യർക്ക് പോലും ജാമ്യം കിട്ടി. അപ്പൊ അവരാണ് ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത്. അപ്പൊ രാഹുൽ ഈശ്വറിന് ശരിക്കും പറഞ്ഞ പാവം പിടിച്ചവന് ഇപ്പം ഒരു ചാകര ആയിരുന്നു. ഡിബേറ്റിലൊക്കെ രാഹുൽ ഈശ്വർ ഇല്ലാത്തൊരു ഡിബേറ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ ആഘോഷിക്കാൻ പാവം രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലിലാണ്. നാളെ ഇനിയിപ്പോ രാഹുൽ ഈശ്വർ ആ ദിലീപിന്റെ വിധി വന്ന ദിവസം ഇരുവരും തമ്മിലുള്ള ചിത്രമൊക്കെ പങ്കുവെച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇനിയിപ്പോ നാളെ തിരിച്ചു വിടുമോന്നുള്ളത് അറിയില്ല. ഈ പറയുന്ന നാളെ 11 മണി വരെയും കസ്റ്റഡിയിൽ വിട്ടെ, വീണ്ടും ഇനി കസ്റ്റഡിയിൽ എടുപ്പിക്കുമോ എന്നുള്ളതും അറിയില്ല. ഇനിയിപ്പോ തിരിച്ചുവിടാനായിരിക്കും സാധ്യത, അറിയില്ല. എങ്കിലും ഈ നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും മിക്കവാറും അത്തരത്തിലുള്ള നടപടി. അതെ, അത് ചിലപ്പം പോലീസ് മനഃപൂർവ്വം എടുക്കുന്നത്. കാരണം രാഹുൽ ഈശ്വറിന്റെ വായ കൊട്ടിയടയ്ക്കാൻ ഇവർക്ക് പ്രയാസമാണ്. ആ വായ എല്ലാവരും ഭയക്കുന്നുണ്ട്. ഇനി അകത്ത് കിടന്ന 11 ദിവസം അകത്ത് കിടന്ന രാഹുൽ ഈശ്വർ പുറത്തേക്ക് വന്നില്ല, ഒരുമാതിരി കൂട്ടിലടച്ചിട്ടുന്ന പുലിയെ അഴിച്ചു വിടുന്ന രീതിയിലായിരിക്കും. അപ്പൊ അത്തരത്തിൽ പുറത്തു വരുന്ന രാഹുൽ ഈശ്വറിനെ വല്ലാണ്ട് നമ്മുടെ പിണറായി സർക്കാർ ഭയപ്പെടുന്നുണ്ട്.
വാക്കുണ്ട്. അപ്പൊ എന്തും വിളിച്ചു പറയും. അപ്പൊ വിളിച്ചു പറഞ്ഞാൽ അത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് അടിയിട്ടു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും നാളെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് അവസാന ഘട്ടത്തിലെങ്ങാനും പുറത്തു വിടുന്നെങ്കിലുള്ള ഇതിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അതാണ് അവരുടെ ഉദ്ദേശം. ഇത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാനും സന്ദീപ് വാര്യരെ ഒതുക്കാനും രാഹുൽ ഈശ്വറിനെ അതും ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ്, അല്ലാതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നാളെ എന്തായാലും വൈകുന്നേരത്തോടെ കാണും ചിലപ്പോൾ അദ്ദേഹത്തിനെ പുറത്തു വിട്ടാൽ പുറത്തു വിടുന്ന രാഹുൽ ഈശ്വർ ഇനി എന്തൊക്കെ പറയുന്നുള്ളത് കണ്ടിരുന്നതാണ്. കാരണം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. പക്ഷെ ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്നും കൂടെ ചിലപ്പോൾ കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി വരുന്ന രാഹുൽ ഈശ്വറിന്റെ ഒരു പ്രഭാവം തന്നെയാണ്. രാഹുൽ ഈശ്വറിന് പറയാൻ പല കാര്യങ്ങളും എല്ലാം പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും യൂട്യൂബ് ചാനൽ കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സും റീച്ചേഴ്സും ഒക്കെ കിട്ടും. പക്ഷേ ഇതൊക്കെ നമുക്ക് മാറ്റിയേക്കും. പക്ഷേ ഇവിടെ ഒരു ഒറ്റയാൾ പോരാളിയായിട്ടുള്ള രാഹുൽ ഈശ്വറിനെ കാണുന്നത്. അദ്ദേഹം ഈ പറഞ്ഞോണം നല്ല വിദ്യാഭ്യാസം പുറത്തൊക്കെ പോയി പഠിച്ചിട്ടുള്ളതും നല്ല ഡിബേറ്ററും ഈ പറയുന്നത് പോലെ എന്താ പറയുന്നത് നല്ല വിശകലനം ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. നമ്മൾ അങ്ങനെ ഇടയിൽ ഒരു കൂട്ടം ആരാധകരുണ്ട്. പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ 100-ൽ 98% പുരുഷന്മാരെ രാഹുലിനെ അനുകൂലിക്കുന്നുണ്ട്. ഈ പറയുന്ന മാധ്യമ വിചാരണ ചെയ്യുന്ന എല്ലാ പുരുഷന്മാരും ഉള്ളിൽ പേഴ്സണലി അവര് ചിന്തിക്കും. ഇതെല്ലാം കഴിഞ്ഞ് സ്ത്രീപക്ഷത്ത് നിന്നിട്ട് രാത്രി ദൈവമേ ഇത് രാഹുൽ ഈശ്വറിനെ പോലെ ഒരു 10 കൂടെ ഇതുപോലെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ നാളെ കാലത്ത് നമ്മൾ ചിന്തിക്കത്തില്ലേ? സ്ത്രീപക്ഷത്തേക്കുന്ന നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഇതായിട്ട് എത്ര സാംസ്കാരിക നായികമാർ ഇപ്പോൾ ഈ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് വന്നു. ഇന്നലെ മറ്റേ കുഞ്ഞു മുഹമ്മദ് അല്ലേ, അദ്ദേഹം ഒരു ചലച്ചിത്ര പ്രവർത്തക ഇതുപോലെ 12 ദിവസത്തിന് ശേഷമാണ് എടുത്തത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ദിലീപിന്റെയൊക്കെ വിഷയത്തിൽ കാണിക്കുന്ന ആക്രാന്തമൊന്നും ഇതിനകത്ത് കാണുന്നില്ലല്ലോ. അപ്പൊ ഈ ഇരട്ട നീതി ഇരട്ടത്താപ്പൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അതൊക്കെ ഈ പറഞ്ഞതുപോലെ എന്താണ് ജനവും ഈ പറയുന്ന മാധ്യമങ്ങളിലെ പുരുഷന്മാരും ഒക്കെ ഉള്ളിൽ കരുതുന്ന ഒരു കാര്യം. നമ്മളുടെ കൂടെ ഇപ്പൊ അതിജീവിത ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ WCCയിലെ അടക്കമുള്ള എല്ലാ നടിമാരും എനിക്കൊപ്പം നിന്നിരുന്നെങ്കിൽ നിന്ന് എത്ര പേര് നിൽക്കുന്നുണ്ട് അവരോടൊപ്പം അല്ലേ? ഇന്നലെ ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി മാത്രമാണ് വളരെ ഇതായിട്ട് സപ്പോർട്ടീവായിട്ട് ആ പെൺകുട്ടിക്ക് നിന്നത്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്നാണ്. അതെ, അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ എത്ര പേര് നിൽക്കുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളിലൊക്കെ. അപ്പൊ ആരും നിൽക്കുന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുക കുറച്ചുകൂടെയൊക്കെ സ്ത്രീപക്ഷത്ത് നിൽക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നീതി കിട്ടേണ്ടുന്നവർക്ക് കിട്ടിയേനെ എന്ന്. എനിക്ക് ഇന്നലെ സത്യം പറഞ്ഞ അതിജീവിതയുടെ കാര്യത്തിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ കാര്യത്തിൽ ഞാൻ ഓക്കെയാണ്. ഈ പറഞ്ഞ തക്ക ശിക്ഷ നൽകും, കോടതി നൽകും, അത് ഉറപ്പാണ്. അത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതിനപ്പുറം ഇതിന്റെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അത് 100% ഉറപ്പാണ്. അത് ദിലീപ് അല്ലെങ്കിൽ മറ്റാര് അത് ഉണ്ടാവത്തില്ല. കാരണം ഈ 1 മുതൽ 6 വരെ ക്രിമിനൽ ആണെങ്കിൽ അതിനേക്കാളും വലിയ ക്രിമിനൽ ആണ് ഈ മറഞ്ഞിരിക്കുന്ന വ്യക്തി. ആ വ്യക്തി ദിലീപ് അല്ല എന്ന് ദിലീപ് പറയുന്നുണ്ടെങ്കിൽ അത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ദിലീപ് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് ഇറങ്ങി ചെന്ന് തെളിയിച്ചിട്ട് ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം. കാരണം ഏതൊരു വ്യക്തിയാണെങ്കിലും ഇനി ദിലീപ് ആണ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റും. കോടതിയെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ കോടതി നിയമത്തിന്റെ മുന്നിൽ അദ്ദേഹം ചിലപ്പം തെറ്റുകാരൻ മനസാക്ഷിയുടെ കോടതിയുടെ മുമ്പിലും ഈശ്വരന്റെ കോടതിയുടെ മുന്നിൽ അദ്ദേഹത്തിന് ജന്മം നല്ലത് കിട്ടത്തില്ല അല്ലേ? അങ്ങനെയാണ്. അത് തീർച്ചയായും ഒരു പ്രകൃതി നിയമമാണ്. പക്ഷെ ദിലീപ് അല്ലെങ്കിൽ ഒരു പക്ഷെ ആ മനുഷ്യനെ കൂടി ആ മനുഷ്യന്റെ ജീവിതവും കൂടി ബലി കഴിപ്പിച്ചുകൊണ്ടാണ് ഈ യഥാർത്ഥ ക്രിമിനൽ ഈ 9 വർഷം വിളയാടിയിരിക്കുന്നത്. അത് ആരാണെന്ന് കണ്ടെത്തേണ്ടി ദിലീപ് അല്ലെങ്കിൽ മറ്റാര് അത് ആണാവാ പെണ്ണാവാ ആരാണെങ്കിലും അത് കണ്ടെത്തണം. അത് നമ്മുടെ നീതിപീഠം നമ്മുടെ സർക്കാർ ആ പെൺകുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഇതാണ്. അല്ലെങ്കിൽ ആയുഷ്കാലം മൊത്തം ദിലീപ് എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടി നിൽക്കും. അല്ലെങ്കിൽ ദിലീപ് ഉള്ളിലെങ്കിലും എല്ലാവരും ഇത്തരത്തിൽ ദിലീപിനെ പ്രതികൂലിച്ച് തന്നെ നിൽക്കും. അപ്പൊ അത് പാടില്ല. എന്നാണെങ്കിലും ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം. അല്ലാതെ ആ നീതി പൂർണ്ണമാകില്ല എന്ന് തന്നെ ഞാനും പറയും. അതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ആദ്യത്തെ നമുക്ക് ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ള കൃത്യത നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ചിലയിടങ്ങളിൽ മാത്രമേ ചില കാര്യങ്ങൾ വലിയ നീതി കിട്ടേണ്ടതായിട്ടുള്ള കാര്യമുള്ളൂ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം വരുമ്പോൾ അതിൽ എത്രമാത്രം രണ്ടുപേര് ചേർന്നുള്ള ഇതാണ്. മറ്റേതിന്റെ കണക്കല്ല. മറ്റേതെന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും അത് ചിന്തിക്കാൻ പറ്റത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ശരിക്കും അതല്ല എന്നുള്ള നമുക്കറിയാം. അപ്പൊ അങ്ങനെ ആ ഒരു ഘട്ടം വന്നപ്പോൾ ശരിക്കും 2 ഭാഗവും കേൾക്കണം. അതാണിപ്പോൾ കോടതിയുടെ വിധി എന്ന് വന്നിരിക്കുന്നത്. അവിടെയാണ് രാഹുൽ ഈശ്വർ ജയിച്ചിരിക്കുന്നത്. അതായത് 2 ഭാഗം കേൾക്കണം. അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചീറ്റിംഗ് ആണ് നടന്നതെങ്കിൽ 2 ഭാഗം കേൾക്കണം.
എവിടെയാണ് ചതി സംഭവിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ കേസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പൂട്ടുമെന്ന്, കാരണം അത് ബലാത്സംഗമാണ്. പക്ഷെ അവിടെയും ഈ പറയുന്ന തെളിവുകളുടെ അഭാവമായിരിക്കാം, മറ്റെന്തെങ്കിലും തെളിവുകൾ രാഹുൽ മാങ്കൂട്ടം കൊടുത്തോ എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെയെങ്കിലും ഈ രണ്ട് ഭാഗം കേൾക്കണം. രണ്ട് ഭാഗത്തു നിന്ന് കിട്ടുന്ന നീതിയാണ് യഥാർത്ഥ നീതി എന്ന് പറയുന്നത്. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒറ്റയാൾ പോരാളിയുടെ ഒരു പോരാട്ടത്തിന്റെ വിജയം തന്നെയാണ്. പക്ഷെ അത് ഇനി രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യത്തിൽ നിന്ന് ആദ്യം തന്നെ നിൽക്കൂ, ഉറച്ചു നിൽക്കും. ആദ്യം നിന്ന് കൊന്നാലും പിന്മാറാത്ത ഓരോ ഇത്. എത്ര പേരാണ് അല്ലെ, എത്രയോ പേര് അദ്ദേഹത്തിനെ പരിഹസിക്കുന്നു, ചിരിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഈ ചിരിക്കുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തിന് കൈയടിക്കുന്ന ഒരു രംഗം അതിവിദൂരമൊന്നുമല്ല. അപ്പൊ എന്തായാലും ഇത് ഇന്നത്തെ വിജയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒന്നുമല്ല, രാഹുൽ ഈശ്വറിന്റെ വിജയം തന്നെയാണ്.